ഒരു നല്ല ദിവസം മന്നയും സാറയും നീന്താൻ പോകാൻ തീരുമാനിച്ചു. സാറയുടെ വീട്ടിൽ ഒരു നീന്തൽക്കുളം ഉണ്ടായിരുന്നു. അവർ അതിൽ ചാടി. നീന്തൽക്കുളത്തിൽ കളിക്കുമ്പോൾ അവർ തെറിച്ചു ചിരിച്ചു. അവർക്ക് നീന്തൽ അറിയാമായിരുന്നിട്ടും സാറയുടെ അമ്മ അവരെ ഇടയ്ക്കിടെ പരിശോധിക്കാൻ കുളത്തിന് സമീപം ഇരുന്നു. കുറച്ചു സമയത്തിനു ശേഷം സാറയുടെ അമ്മ പെൺകുട്ടികളെ വിളിക്കാൻ പുറത്തേക്ക് വന്നു. പക്ഷേ അവർ അവരുടെ കളിയിൽ മുഴുകി. സാറയുടെ അമ്മ കുളത്തിന്റെ പടവുകൾക്ക് സമീപം എത്തിയപ്പോൾ പെൺകുട്ടികൾ സാറയുടെ അമ്മയ്ക്ക് നേരെ വെള്ളം തെറിപ്പിച്ചു. അവളും ആഹ്ലാദഭരിതയായി അവരുടെ നേരെ കാലുകൊണ്ട് വെള്ളം തെറിപ്പിച്ചു. അവർ ആഹ്ലാദകരമായ ജലയുദ്ധം ആസ്വദിച്ചപ്പോൾ സാറയുടെ അമ്മ നന്നെ പടികളിൽ വഴുതി കുളത്തിലേക്ക് വീണു. അവൾ പൊങ്ങിക്കിടക്കാൻ പാടുപെടുമ്പോൾ പരിഭ്രാന്തി പടർന്നു. നീന്തൽ അറിയാത്തതിനാൽ അവൾ പൊങ്ങി നിൽക്കാൻ പാടുപെടുകയായിരുന്നു. അമ്മയുടെ വിഷമം കണ്ട് സാറയും മന്നയും സഹായത്തിനെത്തി. സാറയുടെ അമ്മ പരിഭ്രാന്തിയിൽ പെൺകുട്ടികളെ പിടിച്ച് വെള്ളത്തിലേക്ക് വലിച്ചിഴിച്ചു. അവരെല്ലാം വെള്ളത്തിൽ മല്ലിട്ടപ്പോൾ നിരാശ ഉടലെടുത്തു. മന്നയും സാറയും മാറാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. താൻ മുങ്ങിപ്പോകുമെന്ന് മന്നയ്ക്ക് തോന്നിയപ്പോൾ പെട്ടെന്ന് ആരോ തന്നെ മെല്ലെ കുലുക്കുന്നതായി അവൾക്ക് തോന്നി. അവളുടെ കണ്ണുകൾ വിടർന്നപ്പോൾ അവൾ അച്ഛൻ്റെ മുഖം കണ്ടു. അവൾ ചുറ്റും നോക്കി. അതെല്ലാം ഒരു സ്വപ്നമായിരുന്നെന്ന് ആശ്വസിച്ചു. അവൾ ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു. മന്ന തന്റെ സ്വപ്നത്തെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞു. അവൻ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു ആശ്വസിപ്പിച്ചു. ഇതൊരു സ്വപ്നം മാത്രമായിരുന്നു പ്രിയേ, ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ സുരക്ഷിതനാണ്. വെള്ളം ആസ്വദിക്കുന്നതിൽ കുഴപ്പമില്ല. എപ്പോഴും ജാഗ്രത പാലിക്കാൻ ഓർക്കുക. അച്ഛൻ്റെ സാന്ത്വന വാക്കുകൾ കൊണ്ട് മന്നയ്ക്ക് അല്പം ധൈര്യം തോന്നി. അവളുടെ ഭയം മാറി. അവളുടെ സ്വപ്നത്തെക്കുറിച്ച് സാറയോട് പറയാൻ അവൾ കാത്തിരുന്നു.